ഹലോ എവ്രി വൺ, വെൽക്കം ടു പിവറ്റ് 360. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന് ഈ ഒരു പേര് കൊടുക്കാൻ തന്നെ കാരണം നമ്മൾ എല്ലാ ഏരിയാസും ലൈക്ക് 360 എല്ലാ ഏരിയാസിനെയും കവർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ കോർപ്പറേറ്റ് ട്രെയിനിങ് ആണെങ്കിലും അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ട്രെയിനിങ് ആണെങ്കിലും അതുകൂടാതെ തന്നെ പല കോമ്പറ്റേറ്റീവ് എക്സാംസിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് മാക്സിമം ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു നെയിം നമ്മളെ ഈ ഒരു ചാനലിൽ ഇടാൻ കാരണം. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലി ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് SSC പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ഇതൊരു വീഡിയോ സീരീസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്തുള്ള ഒന്നാമത്തെ പാർട്ട് 1 വീഡിയോ ആണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. 2020 തൊട്ട് 2024 വരെയുള്ള ടൈമിൽ SSCയിൽ ടയർ 1 ടയർ 2 എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ നിന്ന് എടുത്തിട്ടുള്ള PYQ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 20 ഇഡിയംസ് ആൻഡ് ഫ്രേസസും അതിന്റെ മീനിങ്ങും കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ലെങ്തിലുള്ള വീഡിയോ ആയിരിക്കില്ല. അങ്ങനെ അതിനുശേഷം അടുത്തടുത്ത പാർട്ടുകളായിട്ട് ബാക്കി വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നമ്മുടെ സീരീസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇഡിയം എന്ന് പറയുന്നത് 2024 SSC സീസണിലെ ടയർ 1 എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എ ബാഡ് എഗ്. ആ ഒരു ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ്. എ ബാഡ് എഗ് സിംപ്ലി മീൻസ് എ ഡിസോണസ്റ്റ് ഓർ അൺറിലയബിൾ പേഴ്സൺ. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ അൺറിലയബിൾ ആയിട്ടുള്ള സത്യസന്ധന അല്ലാത്ത ഒരാളെ സൂചിപ്പിക്കുന്നതാണ് ബാഡ് എഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമുക്കറിയില്ലേ, ഒരു പഴയ എഗ്, അത് നിങ്ങൾ അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. ഒരു പഴയ എഗ് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കൊള്ളാത്തൊരു എഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ അതുപോലെ തന്നെ ഒരു അൺറിലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ ബാഡ് എഗ് എന്നുള്ള വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ടീം ഓഫ് ഹോണസ്റ്റ് ഓഫീസേഴ്സ് ഹി ടേൺഡ് ഔട്ട് ടു ബി എ ബാഡ് എഗ് ആൻഡ് വാസ് ലേറ്റർ ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്. അപ്പോൾ ഒരുപാട് ഹോണസ്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ ഇടയിൽ അയാൾ ഒരു ബാഡ് എഗ് ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു അൺറിലയബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇഡിയം അല്ലെങ്കിൽ ഫ്രേസ് എന്ന് പറയുന്നത് ബാഡ് എഗ് എന്നുള്ളതാണ്. ബാഡ് എഗ് മീൻസ് ഡിസോണസ്റ്റ് അല്ലെങ്കിൽ അൺറിലയബിൾ പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഇഡിയം എന്ന് പറയുന്നത് എ ബേക്കേഴ്സ് ഡസൻ എന്നുള്ളതാണ്. നമ്മൾ പറയും ഒരു ഡസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 12 എണ്ണമാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 എണ്ണം. ഒരു സാധനം 13 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഒരു ബേക്കേഴ്സ് ഡസൻ എന്ന് പറയും. അതൊരു യൂഷ്വൽ ആയിട്ടുള്ള 12 എന്നുള്ള കണക്കല്ല എന്നുള്ളതാണ്. ഇത് SSC CGL 2024 ടയർ 1 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The conference was attended by a baker's dozen of delegates from different countries. പല കൺട്രീസിലുള്ള ഡെലിഗേറ്റ്സ് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ബേക്കേഴ്സ് ഡസൻ ആണ് അറ്റൻഡ് ചെയ്തത് എന്ന് വെച്ചാൽ അതിന്റെ കൗണ്ട് എത്രയാണ്? 10, 12, 11, 13 ആണ് ബേക്കേഴ്സ് ഡസൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നോർമലി നമ്മൾ ഡസൻ പറയുമ്പോൾ 12 ആണ്, ഇവിടെ 13 എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത മൂന്നാമത്തെ ഇഡിയം ആണ് എ ബേർഡ്സ് ഐ വ്യൂ. എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഗുഡ് ആൻഡ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയനെയാണ് ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത്. അതായത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വളരെ നല്ലൊരു ഐഡിയനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ ദ സർവേ ദ റിപ്പോർട്ട് ഗേവ് അസ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ എൻറ്റയർ പ്രൊജക്ട്. അതായത് ആ സർവേക്ക് ശേഷം അതിനകത്ത് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് ആ ഒരു എൻറ്റയർ കാര്യത്തിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് പറയാനാണ്. അപ്പം അതിനെങ്ങനെയാണ്? ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? പാർഷ്യൽ വ്യൂ, കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, നാരോ മൈൻഡ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആൻഡ് കോംപ്രഹെൻസീവ് ഐഡിയ. അപ്പം ഒരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ഐഡിയക്കാണ് ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇത്ര ആലോചിച്ചത്, ഒരു പക്ഷി അത് പറക്കുമ്പം അതിങ്ങനെ താഴെ നോക്കുമ്പോൾ അതിനെല്ലാം ഒന്ന് കാണാൻ പറ്റും അല്ലേ? എല്ലാം മൊത്തത്തിൽ ഒന്ന് കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. മൊത്തത്തിൽ എല്ലാത്തിനെ കുറിച്ചൊരു നമുക്കൊരു അറിവ് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു ഐഡിയ. അതാണ് ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എ ബ്ലാക്ക് ഷീപ്പ്. എ ബ്ലാക്ക് ഷീപ്പ് എന്നാണ് നിങ്ങൾക്ക് തന്നെ കാണാം, ആ പിക്ചറിൽ കാണാൻ പറ്റും. ഒരു കുറെ വെളുത്ത ഷീപ്പുകളുടെ കൂട്ടത്തിൽ ഒരു കറുത്ത ഷീപ്പ്. എന്താണ് എ ബ്ലാക്ക് ഷീപ്പ്? അങ്ങനെ വെച്ചാൽ അതിന് അർത്ഥം എന്ന് വെച്ചാൽ ഡിസ്ഗ്രേസ് ടു ദ ഫാമിലി ഓർ ദ ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പിന് കളങ്കം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിസ്ഗ്രേസ് ഉണ്ടാക്കുന്ന ഒരാള്. നമ്മൾ റേസിസം ഒന്നും പറയുകയല്ല, ബട്ട് ആ ഒരു വേർഡിന്റെ മീനിങ് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പിക്ചർ. ഒരു ഡിസ്ഗ്രേസ് ടു ദ ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പ്, ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ആളിനെയാണ് നമ്മൾ ബ്ലാക്ക് ഷീപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പറയത്തില്ലേ ഒരു കറുത്ത നിഴലാണ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കത് പറയാനായിട്ട് പറ്റും. സോ അപ്പം ഈ ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ അർത്ഥം. ഡിസ്ഗ്രേസ് ടു ദ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് ഡിസ്ഗ്രേസ് വരുത്തുന്ന ആള്. ഡെസ്പൈറ്റ് കമ്മിങ് ഫ്രം എ റെസ്പെക്ടഡ് ഫാമിലി ഹിസ് ഇൻവോൾവ്മെന്റ് ഇൻ ദ സ്കാൻഡൽ മെയ്ഡ് ഹിം
എ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ എൻഡയർ ക്ലാൻ. അതായത് ഒരു റെസ്പെക്ടഡ് ഫാമിലിയിൽ നിന്ന് വരികയാണ്, പക്ഷേ അയാൾ എന്ത് ചെയ്തു, എന്തൊക്കെയോ സ്കാൻഡലിലൊക്കെ ഇൻവോൾവ് ആയി, അതെന്ത് ചെയ്തു, ഇറ്റ് മെയ്ഡ് ഹിം എ ബ്ലാക്ക് ഷീപ്പ് ടു ദ എൻഡയർ ക്ലാൻ. അതിനർത്ഥം എന്താ, പ്രൈഡ് ആക്കിയെന്നാണോ, അല്ലെങ്കിൽ ആപ്പിൾ ഓഫ് ദി ഐ ആക്കിയെന്നാണോ, അല്ലെങ്കിൽ പില്ലർ അല്ലെങ്കിൽ സ്ട്രെങ്ത് ആക്കിയെന്നാണോ? അല്ല, ഇറ്റ് കോസ്റ്റ് എ ഡിസ്ഗ്രേസ് ടു ദ ഫാമിലി ഓർ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഇനി അടുത്ത ഇഡിയം വരുന്നത് എന്ന് പറഞ്ഞാൽ എ ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളതാണ്. എ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയം, അതിന്റെ മീനിങ് വരുന്നത് ആൻ ഏരിയ ഓർ ആസ്പെക്ട് നോട്ട് ഈസിലി സീൻ ഓർ അണ്ടർസ്റ്റുഡ് ഓർ നോട്ടീസ്ഡ്. അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ചിലപ്പം ഇങ്ങനെ സ്ഥലത്തിലൊക്കെ പറയുന്നത് ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനോ നോട്ടീസ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു ഏരിയയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ചില ഏരിയാസ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, നമുക്ക് നേരെ ഉള്ളൊരു വ്യൂ ആയിരിക്കും, ചില സൈഡിലെ ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല. സോ അപ്പം നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഹൈലൈറ്റഡ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ ബ്ലൈൻഡ് സ്പോട്ട് വിച്ച് കുഡ് ലീഡ് ടു ഫ്യൂച്ചർ ലോസസ്. അതായത് ഓഡിറ്റേഴ്സ് ഇപ്പം കൊടുത്ത റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ കുറെ ഫിനാൻഷ്യൽ ഡേറ്റയുടെ ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അതായത് കുറെ കാര്യങ്ങൾ അതിനെ പെട്ടെന്ന് എന്ത് ചെയ്തില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്താ, സ്ട്രോങ് പോയിന്റ് എന്നോ വിസിബിൾ സ്ട്രെങ്ത് എന്നോ മേജർ കൺസേൺ എന്നോ ഒന്നുമല്ല, ആൻ ഏരിയ ഓർ ആസ്പെക്ട് നോട്ട് ഈസിലി സീൻ ഓർ അണ്ടർസ്റ്റുഡ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാൻ പറ്റാത്തൊരു ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥം തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ബ്ലൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്, കാണാൻ പറ്റാത്ത എന്നുള്ളതാണ്. ഇപ്പൊ കാണാൻ പറ്റാത്തൊരു സ്ഥലം, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം, അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇത് പ്രീവിയസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഇഡിയംസും ഓൾറെഡി SSC CGL ചോദിച്ചിട്ടുള്ളതാണ്. ഇതും 2024 ടയർ 1 ചോദിച്ചിട്ടുള്ളൊരു ഇഡിയമാണ്. അടുത്തത് എ ബ്രോത്ത് ഓഫ് എ ബോയ്. എ ബ്രോത്ത് ഓഫ് എ ബോയ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വളരെ ചീർഫുൾ, എനർജറ്റിക് ആൻഡ് സ്പിരിറ്റഡ് യങ് മാൻ എന്നുള്ള അർത്ഥത്തിലാണ്. വളരെ ചീർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയെ കാണിക്കാൻ പറ്റി പറയുന്നതിന് നമ്മൾ പറയുന്നതാണ് എ ബ്രോത്ത് ഓഫ് എ ബോയ് എന്നുള്ളത്. സോ അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ യങ് വോളണ്ടിയർ പ്രൂവ് ടു ബി എ ബ്രോത്ത് ഓഫ് എ ബോയ്, ലീഡിംഗ് ദ എൻറ്റയർ ടീം വിത്ത് ഹസ് എന്തൂസിയാസം ആൻഡ് നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. അപ്പം ബ്രോത്ത് ഓഫ് എ ബോയ് സിംപ്ലി മീൻസ് ചീർഫുൾ ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, യങ് സ്പിരിറ്റഡ് ആയിട്ടുള്ള മാൻ എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്തത് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ കോൺവെർസേഷൻസിലൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് എ കേക്ക് വാക്ക് എന്നുള്ളത്. എ കേക്ക് വാക്ക് എന്ന് വെച്ചാൽ സംതിങ് ഇറ്റ് ഈസ് വെരി ഈസി ടു ഡു, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനാണ് എ കേക്ക് വാക്ക്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല നമ്മുടെ ചില കോൺവെർസേഷൻ. ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ്. സോ for him solving such puzzles is a piece of cake. In fact it's a cake walk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം പസിൽ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കേക്ക് വാക്ക് ആണ്, എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സോ ഇതും SSC CGL 2019 ടയർ 1 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത ഇഡിയംസിലേക്ക് പോവാം. അടുത്ത് വരുന്നതാണ് എ കോക്ക് ആൻഡ് എ ബുൾ സ്റ്റോറി. എ കോക്ക് ആൻഡ് എ ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ ഫൂളിഷ് ആയിട്ടുള്ള, എക്സാഗറേറ്റഡ് ആയിട്ടുള്ള, ഒരു ഫാബ്രിക്കേറ്റഡ് ഉള്ള ഒരു കഥേനെ നമുക്ക് പറയാം എ കോക്ക് ആൻഡ് എ ബുൾ സ്റ്റോറി എന്ന്. അപ്പം നിങ്ങൾക്ക് ആ ഇമേജിൽ ഞാനൊന്ന് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ആലോചിച്ച് നോക്കാം, ഒരെണ്ണം ഇരുന്ന് നമ്മൾ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കഥയൊക്കെ പറയില്ലേ, വളരെ പെരിപ്പിച്ച് പെരിപ്പിച്ച് ഇങ്ങനെ കഥ, അങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ദാറ്റ് വാസ് സച്ച് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, വിച്ച് മീൻസ് വളരെ എക്സാഗറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്നുള്ളത്. സോ നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യന്റെ എക്സാമ്പിൾ നോക്കാം. His explanation about how he finished the entire project in one day was nothing but a cock and bull story. അതായത് അവർ ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു കോക്ക് ആൻഡ് ബുൾ സ്റ്റോറിയാണ്, വിച്ച് മീൻസ് വളരെ ഫൂളിഷ് ആയിട്ടുള്ള, എക്സാഗറേറ്റഡ് ആയിട്ടുള്ള, ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇതും SSC CGL 2019 ടയർ 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇഡിയമാണ്. സോ നമുക്ക് അടുത്ത ഇഡിയത്തിലേക്ക് പോവാം. അടുത്ത ഇഡിയം വരുന്നത് എ ഡാർക്ക് നൈറ്റ്. എ ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വളരെ ഈസി ഉള്ളൊരു കാര്യമാണ്, വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ടൈം. നമ്മളെപ്പോഴും നിത്യജീവിതത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞാൽ. വളരെ സങ്കടമുള്ള, വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ടൈം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ ലൂസിംഗ് ഹിസ് ജോബ് ആൻഡ് ഫേസിംഗ് മെനി ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഇറ്റ് വാസ് എ ഡാഷ് ഫോർ ഹിം, എ ഡാർക്ക് നൈറ്റ് ഫോർ ഹിം. ഓക്കെ, സോ അടുത്ത ഇഡിയം വരുന്നതെന്ന് പറഞ്ഞാൽ എ ഡെഡ് ഡക്ക്. എ ഡെഡ് ഡക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എ പേഴ്സൺ ഓർ എ തിങ് ദാറ്റ് ഈസ് യൂസ്ലെസ്, ഫെയിൽഡ് ഓർ ബിയോണ്ട് സേവിങ്. അതായത് നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള, അതായത് ഡെഡ് ഡക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചത്തുപോയൊരു ഡക്ക് നമ്മൾ മലയാളത്തിൽ ആലോചിച്ച് നോക്കാം. അതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഡെഡ് ഡക്ക് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആവാം, അയാളെ കൊണ്ട് നമുക്ക് വലിയ യൂസ് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, എന്തിനേയും നമുക്ക് എന്താ പറയുക, ഒരു ഡെഡ് ഡക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. നമുക്ക് അതിനൊരു ക്വസ്റ്റ്യൻ പറയാം. ദ ഓൾഡ് മെഷീൻ ഹാസ് ബ്രോക്കൺ ഡൗൺ കംപ്ലീറ്റ്ലി ആൻഡ് കനോട്ട് ബി റിപ്പയർഡ്, ഇറ്റ് ഹാസ് ബിക്കം എ ഡെഡ് ഡക്ക് എന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇത് SSC CGL 2024 ടയർ 1 ചോദിച്ചിട്ടുള്ളൊരു ഇഡിയമാണ്. ഇനി നമുക്ക് അടുത്ത വരുന്നൊരു ഇഡിയം എന്ന് പറഞ്ഞാൽ എ ഡിഷ് ഫിറ്റ് ഫോർ ഗോഡ്സ്. അതായത്
എ ഡിഷ്, അതിന്റെ അർത്ഥം നമ്മൾ പറയുന്നത് എന്താണ്? എ മീൽ ഓഫ് എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി ആണ്. അതായത് നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലും ഒക്കെ നമ്മൾ ചെയ്യില്ലേ, ദൈവത്തിനായിട്ട് ഫുഡ് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് മാറ്റി വെക്കും. അപ്പോൾ ഇങ്ങനെ വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡായിരിക്കും അത് മാറ്റി വെക്കുന്നത് അല്ലേ. അപ്പം എ ഡിഷ് ഫിറ്റ് ഫോർ ഗോഡ്സിന് വളരെ ക്വാളിറ്റി ഉള്ള ഒരു മീലിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ 5-star റെസ്റ്റോറന്റ് ഈസ് നോൺ ഫോർ സെർവിങ് ഡാഷ് ടു ഇറ്റ്സ് ഗസ്റ്റ്. അതായത് പോപ്പുലർ ആയിട്ടുള്ള 5-star റെസ്റ്റോറൻറ്റ്സ് അവരെന്താണ് ഡിഷ് ഫിറ്റ് ഫോർ ഗോഡ്സ് എന്ന് പറയും. അവരുടെ അതായത് അത്രയും ക്വാളിറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. സോ അടുത്ത നമ്മുടെ ഇഡിയം എന്ന് പറയുന്നത് എ ഫാർ ക്രൈ ആണ്. എ ഫാർ ക്രൈ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എ വെരി ഡിഫറെന്റ് ഫ്രം ഓർ വെരി ഡിസ്റ്റന്റ് ഫ്രം വാട്ട് വാസ് എക്സ്പെക്ടഡ്. അതായത് നമ്മൾ ഉദ്ദേശിച്ചതൊന്ന് നമുക്ക് കിട്ടിയത് മറ്റൊന്ന്, അതായത് നമ്മൾ ഇമാജിൻ ചെയ്തതൊന്ന് നമുക്ക് കിട്ടിയത് മറ്റൊന്ന്. അതാണ് ഫാർ ക്രൈ എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ ചിലപ്പം ചില എക്സാംസ് എഴുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ റിസൾട്ട് പ്രതീക്ഷിക്കാം. ചിലപ്പം അത് സിസ്റ്റത്തിന്റെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് റീസൺസ് കൊണ്ടോ ചിലപ്പം നമുക്ക് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാനായിട്ട് ഫാർ ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യാം. ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫ്രം വി എക്സ്പെക്ടഡ്. അപ്പം അതിന് നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ് പെർഫോമൻസ് ഇൻ ദ ഫൈനൽ മാച്ച് വാസ് ഡാഷ് ഫ്രം ദ ബ്രില്യന്റ് ഫോം ഹി ഹാഡ് ഷോൺ ത്രൂ ഔട്ട് ദ സീസൺ. അതായത് ത്രൂ ഔട്ട് ദ സീസൺ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാൾ, പക്ഷെ അവന്റെ ഫൈനലിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? എ ഫാർ ക്രൈ, വിച്ച് മീൻസ് നത്തിങ് ലൈക്ക് സംതിങ് വിച്ച് ഇസ് നോട്ട് എക്സ്പെക്ടഡ്. അതായത് എക്സ്പെക്ടഡ് അല്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാം. അടുത്തത് വരുന്ന ഇഡിയം എന്ന് പറയുന്നത് എ ഗ്രേ ഏരിയ എന്നുള്ളതാണ്. എ ഗ്രേ ഏരിയ എന്ന് പറഞ്ഞൊരു ഇഡിയം നമ്മൾ പലപ്പോഴും ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്തൊരു ഇഡിയമാണ്. അതായത് എ സിറ്റുവേഷൻ ദാറ്റ് ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻ ചെയ്യാത്തൊരു സിറ്റുവേഷനെ നമുക്ക് പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എ ഗ്രേ ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പലപ്പോഴും ലൈഫിൽ പറഞ്ഞത് അതൊരു ഗ്രേ ഏരിയ ആണ്. ഗ്രേ ഏരിയ എന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതായത് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. നമ്മൾ ചിലപ്പം പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷൻ. അതായത് എന്താണ്, വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനെയാണ് ഗ്രേ എന്ന് പറയുന്നത്. ആ ഒരു കളർ ഇറ്റ് സെൽഫ് അല്ലേ, നമുക്കൊന്ന് ഇതിലേതാണ്, ബ്ലാക്ക് ആണോ അത് വൈറ്റ് ആണോ എന്താണ്, ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. സോ അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്പനീസ് പോളിസി ഓൺ റിമോട്ട് വർക്ക് ഈസ് ഇൻ എ ഡാഷ് ആസ് ദർ ഈസ് നോ ക്ലിയർ ഗൈഡ് ലൈൻസ് യെറ്റ്. അതായത് കമ്പനിയുടെ പോളിസീസ്, റിമോട്ട് വർക്കുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ പോളിസീസ് അതിനകത്ത് ഗൈഡ് ലൈൻസിനകത്തൊന്നും കൃത്യമായിട്ട് പറയത്തില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി മെൻഷൻഡ് ആസ് എ ഗ്രേ ഏരിയ. സോ ഇതാണ് ഗ്രേ ഏരിയ എന്നുള്ളതിന്റെ അർത്ഥം. ഇത് SSC CGL 2021 ചോദിച്ചിട്ടുള്ള Tier 1 എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ്. അടുത്ത ഇഡിയമാണ് എ ഹെയർസ് ബ്രെഡ്ത്ത്. എ ഹെയർസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും തലനാഴിരയ്ക്ക് എന്താ നമുക്ക് ഫസ്റ്റ് റാങ്ക് പോയി അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയും. അതായത് വളരെ ചെറിയ ഡിഫറൻസ്, വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസിൽ നമുക്ക് അത് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹെയർസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് എ വെരി സ്മോൾ എമൗണ്ട് ഓർ നാരോ മാർജിൻ, വളരെ ചെറിയ മാർജിനിൽ നമുക്ക് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എ ഹെയർസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. SSC CGL 2021 Tier 1 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോണ്ടെസ്റ്റ് വാസ് ഡിസൈഡഡ് ബൈ ഡാഷ് എ ഹെയർസ് ബ്രെഡ്ത്ത്. അതായത് തലനാരിഴയ്ക്കാണ് നമുക്ക് ആ ഒരു ഇത് ഡിസൈഡ് ചെയ്തത്. ദെൻ അടുത്ത് വരുന്നത് എ ലോങ് ഷോട്ട് എന്നുള്ളതാണ്. എ ലോങ് ഷോട്ട് എന്ന് വെച്ചാൽ അതിനർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, സംതിങ് ദാറ്റ് ഹാസ് എ ലിറ്റിൽ ചാൻസ് ഓഫ് സക്സസ്. അതായത് വളരെ ചെറിയ ചാൻസ് ഓഫ് സക്സസ് ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എ ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. അതായത് അത് വിജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്, അതായത് വളരെ ലോങ് ഷോട്ടാണ്. അതായത് ജയിക്കോ ഇല്ലയോ നമുക്കൊരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ജയിക്കും എന്നുള്ളത് നമുക്ക് വളരെ കുറച്ച് ചാൻസ് മാത്രം ഉള്ള കേസിനെയാണ് നമ്മൾ ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജോൺസ് സെലക്ഷൻസ് ഫോർ ദ നാഷണൽ ടീം ഇസ് ഡാഷ് ആസ് ദർ ആർ മെനി സ്ട്രോങ്ങർ പ്ലേയേഴ്സ് ദാൻ ഹിം. ഇറ്റ്സ് എ ലോങ് ഷോട്ട്. നമ്മളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് വാസ് എ ലോങ് ഷോട്ട് ആസ് ദർ ആർ മെനി കാൻഡിഡേറ്റ്സ് ഹു അപ്ലൈഡ് ഓർ റിട്ടൺ ദ എക്സാം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. സോ അത് സക്സസ് റേറ്റ് എത്രത്തോളമാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയും. അപ്പം ഇതിനാണ് ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. ഇതും SSC CGL 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ഇഡിയം എന്ന് പറയുന്നത് നമ്മളിടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എ ലോട്ട് ഓൺ വൺസ് പ്ലേറ്റ്. എ ലോട്ട് ഓൺ വൺസ് പ്ലേറ്റ് അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഇഡിയവുമല്ല. എ ലോട്ട് ഓൺ വൺസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ വർക്കുകൾ അയാൾക്ക് ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ സിറ്റുവേഷൻ വരുന്നതാണ്, അല്ലെങ്കിൽ ടു മച്ച് ടു ഡു അല്ലെങ്കിൽ വെരി ബിസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എ ലോട്ട് ഓൺ വൺസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആസ് ദ മാനേജർ had to handle several projects simultaneously, he had a lot in his plate. അടുത്തത്
അടുത്തത് നമുക്ക് അധികം പെട്ടെന്ന് ആ ഒരു വാക്കിൽ നിന്ന് ചിലപ്പോൾ അർത്ഥം കിട്ടാൻ പറ്റത്തില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ കുറേ ഇതും നമുക്ക് ആ ഒരു വേർഡ് ഇറ്റ് സെൽഫ് ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി എന്നുള്ള രീതിയിൽ നിന്നൊക്കെ നമുക്ക് ഓപ്ഷനിൽ എടുക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു വേർഡ് എന്ന് പറയുന്നത് എ പെനലോപ്പീസ് വെബ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എ ടാസ്ക് ദാറ്റ് സീംസ് എൻഡ്ലെസ് ആൻഡ് ഇസ് നെവർ കംപ്ലീറ്റഡ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതിനൊരു നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു പെനലോപ്പീസ് വെബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്മിറ്റീസ് എഫേർട്ട് ടു ഫൈനലൈസ് ദ ന്യൂ പോളിസി ടേൺഡ് ഔട്ട് ടു ബി എ പെനലോപ്പീസ് വെബ് ആസ് ഡിസ്കഷൻ വെന്റ് ഓൺ ഫോർ മന്ത്സ്. അതായത് അതിന്റെ ഒരു കമ്മിറ്റിയുടെ ഒരു പുതിയ പോളിസി, നമ്മൾ പല പോളിസീസും ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസും കാര്യങ്ങളും കുറേ നാൾ നീണ്ടുപോകും. അപ്പൊ നമുക്കത് ഒരു കൺക്ലൂഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്കോ എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനെ നമുക്ക് എന്തെന്ന് പറയാം, പെനലോപ്പീസ് വെബ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് എ ക്യൂർ ഫിഷ്. എ ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആൻ എക്സെൻട്രിക് ഓർ അൺകൺവെൻഷണൽ, ഒരു നമ്മൾ അൺകൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ആള് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുകയാണ്. ഇപ്പം നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഈവൻ ദോ പീപ്പിൾ ഓഫൻ ക്രിട്ടിസൈസ്ഡ് ഹിം ഹി ഡിഡ്ന്റ് കെയർ, ഹി വാസ് ഇൻ ഹിസ് ഓൺ വേ. എ ക്യൂർ ഫിഷ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളൊരു സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുള്ള ഒരാളല്ല, വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എ ക്യൂർ ഫിഷ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അടുത്തത് വരുന്നത് എ റാപ്പ് ഓവർ ദ നക്കിൾസ്. എ റാപ്പ് ഓവർ ദ നക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ വാർണിങ്ങിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എ റാപ്പ് ഓവർ ദ നക്കിൾസ്. ഈ ഒരു വാക്കൊക്കെ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മീനിങ്സ് ഒക്കെ ലൈക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് കമ്പാരിറ്റീവ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു നമ്മളിപ്പം ഇത് 19ാമത്തെ വാക്കാണ് നമ്മൾ ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിലെ സെക്കൻഡ് ലാസ്റ്റ് വേർഡാണ്. അപ്പൊ ഇതിനകത്ത് ഇതുവരെ കണ്ടതിനകത്ത് കുറച്ച് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടോ പെട്ടെന്ന് കിട്ടാൻ പറ്റാത്ത വാക്കുകൾ ഇതൊക്കെയാണ്. എ റാപ്പ് ഓവർ ദ നക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്മോൾ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു വാർണിംഗ്. അതായത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റൊക്കെ ചെല്ലുമ്പോൾ നാള് ഇനി ഇത് ആവർത്തിക്കരുതെന്നൊക്കെ നമ്മൾ ഒരു വാർണിംഗ് കൊടുക്കില്ല, അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, റാപ്പ് ഓവർ ദ നക്കിൾസ് എന്ന് പറയാനായിട്ട് പറ്റും. ദ ടീച്ചർ ഗേവ് ഹിം ഓൺലി എ റാപ്പ് ഓവർ ദ നക്കിൾസ് ഫോർ ടോക്കിംഗ് ഇൻ ദ ക്ലാസ്. ഇത് SSC CGLന്റെ 2024 ടയർ 1 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ലാസ്റ്റത്തെ ഇഡിയമാണ് എ റെയർ ബേർഡ്. എ റെയർ ബേർഡ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ നമുക്ക് അത് ആൻസർ കിട്ടും. എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ അല്ലെങ്കിൽ പിന്നെ ഓപ്ഷനകത്തൊക്കെ നമുക്ക് എ റെയർ ബേർഡ് എന്ന് എടുത്തിട്ട് എന്തെങ്കിലും ബേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എ റെയർ ബേർഡ്, ആ വാക്കിന് അർത്ഥം തന്നെ ആലോചിച്ചത് റെയർ ആയിട്ട്, അതായത് എക്സെപ്ഷണൽ ആയിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ യൂഷ്വലി കാണാത്ത ഒരാൾ അല്ലെങ്കിൽ എക്സെപ്ഷണൽ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ആ ഒരു റെയറിറ്റിനെ സൂചിപ്പിക്കുന്നത് ഉള്ളതാണ് എ റെയർ ബേർഡ് എന്ന് പറഞ്ഞുള്ളത്. In a world full of ordinary people, he is a genius with a humble heart, which means that he is a rare bird. അപ്പോൾ റെയർ ബേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഓർഡിനറി അല്ലാത്ത ഒരാളിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് SSC CGLന് 2020 തൊട്ട് 2024 വരെ ചോദിച്ചിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ബാക്കി SSC CGLന് ചോദിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അതിൻ്റെ മീനിങ്സും അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ CHSലും MTSും അങ്ങനെയുള്ള ബാക്കി എക്സാമിൻ്റെ ഒക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ ലിസണിങ്. വിഷിംഗ് യു ഓൾ ദ സക്സസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.